എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന, അതായത് മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ചവരുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ച MRS ലിങ്ക് മുഖേന അപേക്ഷിച്ചവരുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന അപേക്ഷിച്ച സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നിങ്ങനെയുള്ള ഇത്രയും റിസൾട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. ഒരേ സമയം തന്നെ ഏകദേശം 3 കോട്ടകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒന്നിലധികം കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ചു. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന സ്പോർട്സ് കോട്ടയിലേക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ടിലും എനിക്ക് അതായത് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടി, ഈ ഒരു SWS ലിങ്ക് മുഖേന അപേക്ഷിച്ചതിൻ്റെ മെറിറ്റ് സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണ്, പഠിക്കാൻ താല്പര്യമുള്ള സ്കൂൾ ഏതാണ്, അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയതെങ്കിൽ എനിക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കോട്ടയിൽ ജോയിൻ ചെയ്യാം. ഒരു കോട്ടയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കോട്ടയിൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും, അതായത് അതിൻ്റെ പ്രോസസ്സിൽ നിന്ന് പുറത്താവും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എനിക്കിപ്പോൾ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ സീറ്റാണ് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് എന്ന് വിചാരിക്കാം. മെറിറ്റ് കോട്ടയിൽ എനിക്ക് കിട്ടിയ കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് സ്പോർട്സ് കോട്ടയിൽ ജോയിൻ ചെയ്യാം. ഇനി അതേസമയം എനിക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടിയ ആ ഒരു കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ മെറിറ്റ് സീറ്റിൽ എനിക്ക് ജോയിൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാതെ ആ ഒരു വിഭാഗം ഏതാണോ അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ ഔട്ടാകും എന്നുള്ളതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് രണ്ടിലും കിട്ടിയിട്ടില്ല, ഏതെങ്കിലും ഒന്നിലേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഒന്നിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, മറ്റേതിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ടാകും, അതുപോലെ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജൂൺ 22 മുതൽ 22-ാം തീയതി രാവിലെ 10 മണി മുതൽ 23-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ദിവസമേ അഡ്മിഷൻ ഉള്ളൂ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച അഡ്മിഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിങ്കളാഴ്ച തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നോക്കാം. ഇനി അതിന് അന്നത്തെ ദിവസം പറ്റിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ പോയിട്ട് എടുക്കാൻ നോക്കാം. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പോയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് അവിടെ നഷ്ടമാവും. അതിനാൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കാം. ജൂൺ 22, 23 തീയതികളായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നോക്കാം. ഇനി നമുക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം നോക്കാം. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന അപേക്ഷിച്ചിട്ടുണ്ടാകും, കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്കിലൂടെയും അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS ലിങ്ക് മുഖേന അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ലിങ്ക് വഴി അപേക്ഷിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ റിസൾട്ട് ഇന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് നിങ്ങൾ 1 by 1 ആയിട്ട് ഒന്ന് നോക്കുക, എന്നിട്ട് അടുത്ത് നോക്കുക, എന്നിട്ട് രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന സ്പോർട്സിൻ്റെ ലിങ്ക് മുഖേനയും അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം SWS ലിങ്കിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നു, ജില്ല കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുന്നു. ഇനി അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനുശേഷം എൻ്റെ ആപ്ലിക്കേഷൻ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ജില്ല കൊടുക്കുന്നു, എന്നിട്ട് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ പോകുന്നു. എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ നോക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടാതെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണുന്നവർ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് ഏത് സ്കൂളിലാണ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട് റിസൾട്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നൊക്കെ അതിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് കിട്ടിയത് അതിനനുസരിച്ച് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക്
സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തവർക്ക് നിങ്ങളുടെ എല്ലാ ഓപ്ഷൻ്റെ റാങ്ക് ഡീറ്റെയിൽസും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ റാങ്ക് ഡീറ്റെയിൽസും ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകളുടെ ആ ഒരു ബാക്കിയുള്ള ഓപ്ഷനുകളുടെ ലാസ്റ്റ് റാങ്കും യുവർ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതും അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഇനി നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റിലും കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല എന്നുള്ള വിദ്യാർത്ഥികളും അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ഓപ്ഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അവരുടെ എല്ലാ ഓപ്ഷനും ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ അവിടെ ബാക്കിയായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കാനായിട്ട് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, അതായത് ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിന് താഴെ എല്ലാ ഓപ്ഷനും റിമൂവ് ആയിപ്പോണ്ടാവും, അതിന് മുകളിലുള്ള ബാക്കി ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളവർക്ക് ഫീസ് അടച്ച് സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ആ ഒരു സീറ്റിൽ തന്നെ വേണമെങ്കിൽ പോയിട്ട് വീണ്ടും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ മാറ്റം കിട്ടിയത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് ഓപ്ഷനിലേക്കാണോ മാറ്റം കിട്ടിയത്, ഇപ്പോൾ ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോവുക, എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുക, എന്നിട്ട് പുതുതായിട്ട് ഏത് കോഴ്സിലേക്കാണോ മാറ്റം കിട്ടിയത് ആ ഒരു കോഴ്സിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതേസമയം മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആദ്യം ടെമ്പററി അഡ്മിഷൻ നേടിയ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയിട്ട് വാങ്ങിക്കുക. പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കുക. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷന് പകരം പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നവർ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ അതിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും ഇനി വേറെ ഏതെങ്കിലും രണ്ടാമത്തെയോ അല്ലെങ്കിൽ അതിന് താഴെ ഏതെങ്കിലും ഓപ്ഷനാണ്, ഒരു എക്സാമ്പിൾ 5ാമത്തെ ഓപ്ഷനാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതെങ്കിൽ അതിന് താഴെ എല്ലാ ഓപ്ഷനും റിമൂവ് ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടിയ ആ ഒരു സീറ്റും, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് അത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. എന്നിട്ട് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നിലനിർത്തി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റേതെങ്കിലും ഓപ്ഷൻ കിട്ടുമോ എന്ന് നോക്കാം. ഇനി അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ തന്നെ മതി, ഇനി മറ്റ് ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു സീറ്റിൽ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതും ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തത് കൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം സ്കൂളിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കിട്ടും. അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടവർക്ക് റിമൂവ് ചെയ്യാവുന്നതും. ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിലനിർത്തി തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കിട്ടുമോ എന്ന് നോക്കണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറണമെന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്താവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 22, 23 തീയതികളായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനും മറ്റുള്ള ഓപ്ഷനുകൾ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ ആവശ്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് വേണ്ടവർക്ക് പെർമനൻറ്റ് അഡ്മിഷനും എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.